ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച സ്റ്റാറ്റിക് സർവൈലൻസ് ടീം നിലമ്പൂർ മണ്ഡലം അതിർത്തിയായ വടപുറം പാലത്തിന് സമീപം വാഹന പരിശോധന കർശനമാക്കി. കാറുകൾ ഉൾപ്പെടെ എല്ലാ വാഹനവും പരിശോധിക്കുന്നുണ്ട്. എന്നാൽ വാഹന പരിശോധനയുടെ പേരിൽ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കാണിച്ച് പരാതി. കർഷകൻ കൂടിയായ ഫാദർ മാത്യൂസ് വാഴക്കൂട്ടത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ആയുധങ്ങൾ, വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം, മദ്യം, വസ്ത്രം തുടങ്ങിയവ കടത്തുന്നത് തടയുകയാണ് SITയുടെ ചുമതല. ഒരു നിയോജക മണ്ഡലത്തിൽ അതിർത്തികളിൽ 3 സംഘങ്ങളുണ്ട്. ഗസറ്റഡ് ഓഫീസർ, പോലീസ് ഉദ്യോഗസ്ഥർ, ആയുധധാരികളായ 3 BSF ജവാന്മാർ, വീഡിയോഗ്രാഫർ എന്നിവരാണ് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സംഘത്തിലുള്ളത്. സംഘം ഇടവിട്ട് വാഹന പരിശോധന നടത്തും. വടപുറം പാലത്തിന് സമീപത്തെ പരിശോധനയാണ് പരാതിക്കിടയാക്കിയത്. വടപുറത്ത് സ്വകാര്യ ആശുപത്രിയിലെ ക്യാന്റീൻ ഉടമ കൂടിയാണ് ഫാദർ മാത്യൂസ്. അവിടെ നിന്ന് മാലിന്യം കാറിന്റെ ഡിക്കിയിലാക്കി കുളക്കണ്ടത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകവേ സംഘം തടഞ്ഞു നിർത്തി. ഫാദർ മാത്യൂസ് പുറത്തിറങ്ങി ഡിക്കി തുറന്ന് അകത്തുള്ളത് കാണിച്ചു കൊടുത്തു. പോകാൻ അനുമതി നൽകി. ഉച്ചയ്ക്ക് 1-ന് മറ്റൊരു കാറിൽ ഡിക്കിയിൽ കാലിത്തീറ്റയുമായി വന്നപ്പോൾ വീണ്ടും തടഞ്ഞു. താൻ ദിവസം പലതവണ പോകുന്നയാളാണെന്ന് ഫാദർ മാത്യൂസ് അറിയിച്ചു. രാവിലെ പരിശോധിച്ചത് ഓർമ്മിപ്പിച്ചു. കേൾക്കാനുള്ള ക്ഷമ കാണിക്കാതെ കൈവശം പണമുണ്ടോ എന്ന് ഓഫീസർ ചോദിച്ചു. 23,000 ഉണ്ടെന്ന് പറഞ്ഞ് എണ്ണി കാണിച്ചു കൊടുത്തു. സ്വകാര്യ സ്കൂളിൽ പ്രധാനാധ്യാപികയായ ഭാര്യ ATM-ൽ നിന്നെടുത്ത് ചിട്ടിക്കടയ്ക്കാൻ ഏൽപ്പിച്ചതാണെന്ന് വിശദീകരിച്ചു. എന്നിട്ടും പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച രേഖ കാണിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ ഓഫീസർ പുരുഷമായി പെരുമാറിയെന്ന് ഫാദർ മാത്യൂസ് പറഞ്ഞു. പ്രമേഹ രോഗിയാണെന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴും വനിതാ ഓഫീസർ വിട്ടുവീഴ്ച ചെയ്തില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഒടുവിൽ ഭാര്യ വാട്സാപ്പിൽ രേഖ അയച്ചു കൊടുത്ത ശേഷമാണ് പോകാൻ അനുമതി നൽകിയത്. ഞാൻ രാവിലെ വൈകുന്നേരം ഒക്കെ ആയിട്ട് ഞാൻ ഇതിലെ പോകുന്നയാളാണ്. രാവിലെ തന്നെ ഇവർ എൻ്റെ വണ്ടി സെർച്ച് ചെയ്തു. അപ്പോഴും ഒന്നുമില്ല. ഇപ്പോഴും വൈകുന്നേരം ഇപ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോഴും എൻ്റെ വണ്ടി സെർച്ച് ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളിൽ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പോക്കറ്റ് ഇത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞു. 23,000 രൂപ ഉണ്ടായിരുന്നു എൻ്റെ പോക്കറ്റിൽ. അത് ATM രാവിലെ എടുത്ത കാശാണ്. പക്ഷേ അവർക്ക് അതിന് തെളിവ് കാണിച്ചു കൊടുക്കണം. തെളിവില്ലാതെ വിടില്ല. അവസാനം ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ്, അവരുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത കാശാണിത്, അങ്ങൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് തെളിവ് തന്നേ പറ്റുള്ളൂ. ഞാൻ മേഡം പിന്നെ എന്നെ ഹറാസ് ചെയ്യുകയാണ്. ഹറാസ് ചെയ്യാൻ മാത്രമല്ല, എൻ്റെ ഫോട്ടോ എടുക്കുന്നു, എൻ്റെ കാറിൻ്റെ ഫോട്ടോ എടുക്കുന്നു. ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഐ ആം എ ഷുഗർ പേഷ്യൻറ്റ്. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല. നോയമ്പ് കാലമാണ്, ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവർ പറ്റില്ല, തെളിവ് തന്നതിന് ശേഷം മാത്രമേ എനിക്ക് പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത്ര നേരം ഇവിടെ പിടിച്ചു നിർത്തിയേക്കാണ്. ലാസ്റ്റ് എല്ലാ തെളിവും നിങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഇവരെന്നോട് പോയിക്കോളാൻ പറഞ്ഞത്. എന്താ ഇതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ ആ മാഡത്തിനോട് പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ജനിച്ച് വളർന്നിട്ടുള്ളയാളാണ്, ഞാൻ ഒരു ദിവസം ഇതിലെ പോകുന്നതാണ്, എൻ്റെ നാടാണിത്, എനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ കള്ളപ്പണമില്ല, ഞാൻ ഒരു കർഷകനാണ്, ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പറ്റില്ല. എൻ്റെ കയ്യിലുള്ള 23,000 രൂപയ്ക്ക് അവർക്ക് തെളിവ് വിട്ടതിന് ശേഷം മാത്രമേ എന്നെ വിടുന്നുള്ളൂ. 50,000 രൂപയ്ക്ക് വരെ രേഖ വേണ്ടെന്ന് ഉന്നത റവന്യൂ അധികൃതർ വ്യക്തമാക്കി. ഫാദർ മാത്യൂസ് കലക്ടർക്ക് പരാതി നൽകി. അതേസമയം ഓഫീസർ ആരോപണം നിഷേധിച്ചു. ചുമതല നിറവേറ്റുക മാത്രമാണ് ചെയ്തതെന്ന് അവർ വ്യക്തമാക്കി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.